കാപ്പികുടി കഴിഞ്ഞ് ഉമ്മറത്ത് അവർ മുറുക്കിയിരിക്കുമ്പോൾ ഞാൻ ഒച്ചയുണ്ടാക്കാതെ കുത്തഴിയിലൂടെ എത്തി നോക്കി. ഏതാ കുട്ടിയടത്തേക്ക് വന്ന ആൾ? ഗോവിന്ദൻ മാമ കൂടാതെ 3 പേരുണ്ട്. ഒരാളെ കുപ്പായമിട്ടിട്ടുള്ളൂ. അയാളാവും, കുപ്പായക്കാരൻ തന്നെയാവും. ഞാൻ നിശ്ചയിച്ചു. ഗോവിന്ദൻ മാമ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു, കുലുക്കുഴിയാൻ ഇത്തിരി വെള്ളം കൊണ്ടെന്നാ. വല്യമ്മ അത് കാത്തു നിൽക്കുകയാണെന്ന് തോന്നും. ചെറിയ ഓട്ടുപാത്രത്തിൽ വെള്ളമെടുത്ത് കുട്ടിയടത്തിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വല്യമ്മ പതുക്കെ പറഞ്ഞു, ചെല്ല്. കുട്ടിയടത്തി വെള്ളം കോലായിയുടെ വക്കത്ത് വെച്ച് തിരിച്ചു പോന്നു. ഉമ്മറത്തിരിക്കുന്നവർ കുറേ നേരം കൂടി സംസാരിച്ചു. ഒടുവിൽ യാത്ര പറഞ്ഞിറങ്ങി. ഗോവിന്ദൻ മാമയും അവരുടെ കൂടെ ഇറങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം ഗോവിന്ദൻ മാമ വന്നപ്പോൾ വല്യമ്മ ഉമ്മറത്തേക്ക് ഓടിയെത്തി. എന്താ പറഞ്ഞത്? ശരിയായില്ല. താഴെയുള്ളതിനെ അയാൾ കണ്ടിട്ടുണ്ടത്രേ. അതാച്ചാൽ സമ്മതമാണ്. വല്യമ്മ കുറേ നേരം ഒന്നും പറഞ്ഞില്ല. എന്താ നാരായണിയെ? മൂത്തതിരിക്കുമ്പോൾ താഴെയുള്ളതിനെ അയക്കുന്നത് ഒരു വകയില്ലേ? അതൊക്കെ ശരിയാ. തറവാട്ടില് പണ്ടുണ്ടായിട്ടില്ല. എന്നാലും. വല്യമ്മ മുണ്ടിന്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. ഗോവിന്ദൻ മാമ പറഞ്ഞു, അതൊന്നും അത്ര നോക്കാനില്ല. കഴിഞ്ഞത് കഴിഞ്ഞോന്നുണ്ടല്ലോ. വല്യമ്മ ആലോചിച്ചു. അത് വേണ്ട ഓപ്പേ. യോഗ ഉണ്ടെങ്കിൽ ഇനിയും വരും. കുട്ടിയടത്തിയെ കുപ്പായക്കാരന് പിടിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. മുകളിൽ ചെന്നപ്പോൾ ഇരുട്ട് നിറഞ്ഞ മുറിക്കകത്ത് കുട്ടിയടത്തി അനങ്ങാതിരിക്കുന്നു. കുട്ടിയടത്തി, ഞാൻ സംശയത്തോടെ വിളിച്ചു. എന്താ ബാസു? അയാളിനി വരില്ലേ? വരില്ല. ആരും വരില്ല. അടുത്ത മാസത്തിലും ഗോവിന്ദൻ മാമ ആളുകളെ കൂട്ടി വന്നു. അന്നും കുട്ടിയടത്തി കുളിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ടു. കരയുള്ള മുണ്ടും പുള്ളിയുള്ള ബ്ലൗസും പുറത്തെടുത്തു. ഒരു കിണ്ടി വെള്ളവും കൊണ്ട് അന്നും കുട്ടിയടത്തി കോലായിലേക്ക് പോയി. അവർ പടിയിറങ്ങിയ ഉടനെ കുട്ടിയടത്തി മുകളിലെ ഇരുട്ടുമുറിയിലിരുന്ന് കരയാൻ തുടങ്ങി. 10-12 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോവിന്ദൻ മാമ വരുന്നു. കൂടെ ആളുകളുണ്ട്. അന്ന് കുട്ടിയടത്തിയുടെ ഭാവം പകർന്നു. ഞാൻ ഉമ്മറത്ത് പോവില്ല. എന്ത്? എന്നെ ആരും കാണണ്ടാന്ന്? മാളുക്കുട്ടിയെ? വല്യമ്മ പല്ലിറുമ്മി. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. മാളുക്കുട്ടിയെ, എൻ്റെ മോളല്ലേ? ഭഗവതിക്ക് ഞാൻ കൂട്ടുപായസം നേർന്നിട്ടുണ്ട്. ഞാൻ പോവില്ല. ഇത് ശരിയാവുംന്ന്. കുട്ടിയടത്തിയുടെ ശബ്ദമുയർന്നു. അമ്മ മിണ്ടാതെ പോണുണ്ടോ? വല്യമ്മ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ മൂത്ത് നരയ്ക്കേണ്ടി വരും. കുരുത്തം കേട്ടോളെ. നരച്ചോട്ടെ. അമ്മയും വല്യമ്മയും മാറി മാറി പറഞ്ഞു നോക്കി. കുട്ടിയടത്തി സമ്മതിച്ചില്ല. വല്യമ്മ കുട്ടിയടത്തിയുടെ മുടി പിടിച്ചു വലിച്ച് തലക്കടിച്ചു. അമ്മ അപ്പോൾ ഇടപെട്ടു. അന്യന്മാരുണ്ട് എടത്തി ഉമ്മറത്ത്. ഗോവിന്ദൻ മാമ വെള്ളം കൊണ്ടുവരുന്നു.